ഇന്ന് മിക്ക ആളുകൾക്കും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നടുവേദന ഒരു പ്രശ്നമാണ്. നല്ലൊരു ശതമാനം പേർക്കും അസഹ്യമായ നടുവേദന ഒഴിയബാധ പോലെ കൂടെ കൂടിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിന്റെ നെടുത്തൂണാണ് നട്ടെല്ല്. നട്ടെല്ല് ഉയർത്തി നിവർന്നു നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന ഏക ജീവിയും മനുഷ്യൻ തന്നെയാണ്. പണ്ടുള്ളവർ പറയും, ആരുടെ മുന്നിൽ നട്ടെല്ല് വളയ്ക്കരുത്. ആത്മവിശ്വാസമില്ലാതെ വരുമ്പോൾ കാണുന്നവരുടെ എല്ലാം മുന്നിൽ വിധേയത്വം കാട്ടരുതെന്നായിരുന്നു അതിനർത്ഥം. എന്നാൽ ഇന്ന് പലർക്കും എല്ലാവരുടെ മുന്നിലും നട്ടെല്ല് വളച്ച് കുനിഞ്ഞു നിൽക്കാനേ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന വരാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും. അത് നട്ടെല്ലിന്റെ പല ഭാഗത്തായിരിക്കും വേദന വരുന്നത്. 33 കശേരുക്കൾ കൂടിച്ചേർന്ന ഈ നട്ടെല്ലിലെ 24 കശേരുകൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഏറ്റവും താഴത്തെ 9 കശേരുകൾക്ക് പൊതുവെ വഴക്കം കുറവാണ്. ദൃഢതയും വഴക്കവും കിട്ടുന്ന വിധത്തിലാണ് നമ്മുടെ നട്ടെല്ലിന്റെ ഘടന തന്നെ. ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ, വളർച്ചയുടെ ഘട്ടങ്ങളിൽ വരുന്ന താളപ്പിഴകൾ, നട്ടെല്ലിന് ജന്മനാ ഉള്ള അസാധാരണമായ വളവ്, ചതവ്, നീർക്കെട്ട്, ഇവ കൊണ്ടെല്ലാം നടുവേദന ഉണ്ടാകാം. ചിലപ്പോൾ നടുവിടിച്ച് വീണാലും വേദന ഉണ്ടാകാം. ഈ നടുവിടിച്ച് വീഴുമ്പോൾ ഉണ്ടാകുന്ന വേദന ജീവിതകാലം മുഴുവൻ കാണും. മാത്രമല്ല, തൊഴിലിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മൂലവും, ഇരുചക്ര വാഹനങ്ങളിലെ ദീർഘദൂര യാത്ര, ആവർത്തന വിരസതയുള്ള ജോലി, മേലധികാരികളുടെ സമ്മർദ്ദം മൂലമുള്ള ജോലികൾ, കശേരുക്കളുടെയോ ഡിസ്കിന്റെയോ തേയ്മാനം, നട്ടെല്ലിലെ ക്യാൻസർ, നട്ടെല്ലിലുണ്ടാകുന്ന മുഴ, വൃക്കരോഗം, ദഹനക്കേട്, കാലുകളുടെ ജന്മനാ ഉള്ള നീളക്കുറവ്, വളരെയധികം നിന്നും കുനിഞ്ഞുമുള്ള ജോലികൾ, അധിക സമയം ഇരുന്നുള്ള ജോലികൾ, ഇവ കൊണ്ടെല്ലാം നടുവേദന ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിൽ എവിടെ വേദന ഉണ്ടായാലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. നടുവേദന സഹിക്ക വയ്യാതെ ഇഞ്ചക്ഷനും മരുന്നും ഗുളികകളുമായി കഴിയുന്നവരാണ് ഏറെ പേരും. ഈ മരുന്നും ഗുളികകളും ഒക്കെ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ അത് ചില്ലറയല്ല. കിഡ്നി വരെ അടിച്ചു പോകുന്ന സാഹചര്യമാണ്. യോഗ കൊണ്ട് ഒരു പരിധിവരെ നടുവേദന മാറ്റാമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നടുവേദന അകറ്റാൻ പരിശീലിക്കാവുന്ന ഒരു യോഗാസനമാണ് പാവനമുക്താസനം. ഈ ആസനം ചെയ്യുന്നത് മൂലം നട്ടെല്ലിന് തിരുമുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളാണ് കിട്ടുന്നത്. നട്ടെല്ലിന്റെ കശേരുക്കൾ തറയിൽ അമരുന്നത് മൂലം നല്ല വഴക്കവും അയവും രക്തയോട്ടവും ഒക്കെ കിട്ടുന്നു. അതുപോലെ നടുവിലെയും പുറത്തെയും അരക്കെട്ടിലെയും പേശികൾ ഈ അമർച്ചയും ആട്ടവും മൂലം അയഞ്ഞു കിട്ടുകയും അതോടൊപ്പം നീർക്കെട്ടിനും വേദനയ്ക്കും ശമനം കിട്ടുകയും ചെയ്യും. അരക്കെട്ടിലെയും പുറത്തെയും നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നു. യോഗ സ്ഥിരമായി ചെയ്താൽ വേദന മാറും, ഉറപ്പാണ്. നമ്മളിൽ പലരും അത് ചെയ്യാറില്ലെന്നുള്ളതാണ് വസ്തുത.